കഴിഞ്ഞ ദിവസം ഒ പി കണ്ടൊരു പേഷ്യൻ്റെ കാര്യമാണ്. എൻ്റെ ഒരു കുറേ നാളായിട്ടുള്ള ഫോളോ അപ്പ് ഉള്ളത് കേട്ടോ. അവർ ഗുരുവായൂരിൽ നിന്നാണ് വരുന്നത്. ഹസ്ബൻഡും വൈഫും ആദ്യമൊക്കെ വന്നിരുന്ന വൈഫ് വീൽ ചെയറിലായിരുന്നു. ഹസ്ബൻഡ് വീൽ ചെയർ ഉന്തും. ഭയങ്കര ജോലിയാണ്, തമാശയൊക്കെ പറഞ്ഞേ പോകത്തുള്ളൂ. ഹസ്ബൻഡും ഭയങ്കരമായിട്ട് തമാശ പറയും, വൈഫും തമാശ പറയും. അതിനുശേഷം അവരുടെ മുട്ടുകൾ ആർത്രൈറ്റിസ് തുടങ്ങിയിട്ട് 10-30 കൊല്ലത്തോളമായി. ഞാൻ 15 കൊല്ലമായിട്ട് കാണുന്നുണ്ട് അവരെ. 2010 അമൃതയിലൊക്കെ വരുന്ന സമയത്ത് അവർ വീൽ ചെയറിലായിരുന്നു. അതിനുശേഷം ഒരു കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് 2-3 സർജറിയൊക്കെ ചെയ്ത് ഇപ്പോൾ അവർ നടന്നാണ് വരുന്നത്. ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇവർ രണ്ടുപേരും ഭയങ്കര ബോണ്ടിങ്, ഇവർ ഭയങ്കര സന്തോഷമാണ്. ഇവരുടെ ഫാമിലി നല്ല സന്തോഷമാണ്. അവർ 2 തമാശ പറയും, ഞാനും അവരോട് തമാശ പറയും. അപ്പോൾ അവർ എഴുന്നേറ്റ് പോകും. ആ പോകുന്ന സമയത്താണെങ്കിലും അവർക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഹസ്ബൻഡ് അവരെ പിടിച്ചിരുത്തും, കാരണം അവരുടെ 4 ജോയിൻറ്റ് റീപ്ലേസ് ചെയ്തതാണ്. അപ്പോൾ അവരിരുത്തി അവരെ പിടിച്ചെഴുന്നേപ്പിച്ച് കൊണ്ടുപോകുന്ന ഹസ്ബൻഡ്. ചെറിയൊരു സപ്പോർട്ട് വേണം, നേരത്തെക്കാളൊക്കെ വളരെ വളരെ ബെറ്ററാണ്. പക്ഷേ വേറൊരു ഫാമിലി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു 3-4 കൊല്ലമായിട്ട് ഞാൻ കാണുന്നതാണ്, എപ്പോഴും വൈഫ് മാത്രമേ വരത്തുള്ളൂ. ഹസ്ബൻഡ് വന്നാൽ തന്നെ ഹസ്ബൻഡ് വരില്ല. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താ ഹസ്ബൻഡ് വന്നില്ലേ? ആദ്യം വരുമായിരുന്നു, 1 പ്രാവശ്യം വന്നു. അതിനുശേഷം പുള്ളിക്കാരന് ഇതൊന്നും വലിയ താല്പര്യമില്ല ഡോക്ടറെ. ഇത് ഞാൻ വരുന്ന കാര്യം പോലും പുള്ളിക്ക് അറിയത്തില്ല. പുള്ളിയുടെ തന്നെ ലോകത്താണ്, അവിടെ നിന്ന് TV കണ്ടുകൊണ്ടിരിക്കും. അവർക്ക് ഭയങ്കര അവരുടെ മുഖത്ത് തന്നെ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതെന്നെ അതുപോലെ വേറെ കുറേ ആളുകളുണ്ട്, അവരുടെ മക്കൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. ഇപ്പോൾ തന്നെ വാർഡിലൊരു പേഷ്യൻ്റ് ഉണ്ട്, അവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് 10-15 വർഷമുള്ള മയോസൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമാണ്. അവരുടെ മകനെ അവരെ നോക്കുന്നത് കണ്ടു നമ്മൾ തന്നെ വിചാരിക്കും, ഇങ്ങനെയൊക്കെ ഒരു മകനെ അമ്മയെ നോക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന്. എല്ലാ ഫോളോ അപ്പിനും വരും. അവർ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ പുള്ളിക്കാരൻ തന്നെ വന്ന് നിൽക്കും. വളരെ വെൽ ടു ഡു, വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അമ്മയ്ക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ പുള്ളി നോക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ വീട്ടിലും ഒരു രോഗി ഉണ്ടെങ്കിൽ, ഒരു ആർത്രൈറ്റിസ് രോഗിയുണ്ട്. ആർത്രൈറ്റിസിൻ്റെ പല ഫേസസ് ഉണ്ട് നമുക്കറിയാം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനും ഫൈബ്രോമയാലജിക്കും വളരെ അസുഖം കൂടി നിൽക്കുന്ന സമയത്ത്, അതായത് വേദന ഭയങ്കരമായിട്ടുള്ള സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് നമ്മുടെ വേദന ഒരാൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. അതായത് ഒരു രോഗിക്ക് വേദന ഉള്ളപ്പോൾ നമ്മൾ കുത്തുവാക്കുകൾ പറയരുത്, അവർക്ക് സപ്പോർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ വേദന. അല്ലെങ്കിൽ പാലിൻഡ്രോമിക് റുമാറ്റിസിലാണെങ്കിൽ തലേന്നൊന്നും കാണത്തില്ല വേദന, അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് കൈ അനക്കാൻ പോലും പറ്റത്തില്ല, കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ മുട്ടിന് പെട്ടെന്ന് നീരി വയ്ക്കും, അവർക്ക് മുട്ട് മടക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഒരാൾ വന്ന് പറയാം, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്ന് പറയുമ്പോൾ, ഇന്നലെ ഒരു കുഴപ്പമില്ല എന്നല്ല, നിനക്ക് എന്താ ഇന്നിപ്പോൾ നടക്കാൻ ഇത്രയും ബുദ്ധിമുട്ട്? രാവിലെ ഒരു ചായ എടുത്ത് തരാൻ പറഞ്ഞാൽ അതുപോലും പറ്റത്തില്ല. ഇവർക്കാണ് രാവിലെ ചായ എടുത്ത് കൊടുക്കാൻ കൈ മടക്കാൻ പോലും പറ്റുന്നില്ല. ആ സമയത്ത് ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് ഈ വേദനയെക്കാളും വലിയ മനസ്സിൻ്റെ വേദനയായിരിക്കും അവർക്കുണ്ടാകുന്നത്. അപ്പോൾ അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, നിനക്ക് വയ്യല്ലേ, ഞാൻ ചെയ്തു തരാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മേടിക്കാം എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു മനസ്സിനുള്ളൊരു മനസ്സ് ഭയങ്കര ലൈറ്റാകും. കാരണം നമ്മളെ മനസ്സിലാക്കുന്നു, നമ്മുടെ കൂടെയുള്ള നമ്മുടെ പാർട്ട്ണർ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ടല്ലോ. സന്തോഷമല്ല, ഒരു ആശ്വാസമുണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ല, ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കൊരു ഹെൽപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് തന്നെ വലിയൊരു പോസിറ്റീവാണ്. അതേസമയം ഫൈബ്രോമയാലജി ആണ്, നിനക്കൊരു അസുഖമില്ല, നിനക്ക് ദേഹത്ത് മൊത്തം വേദന, ടെസ്റ്റൊക്കെ നോർമലാണ്, നീ എന്തിനായി ചുമ്മാ വേദന അഭിനയിച്ച് പണിയെടുക്കാൻ ബുദ്ധിമുട്ട് കൊണ്ടാണ് നീ ഈ വേദന അഭിനയിക്കുന്നതാണെന്നൊക്കെ പറയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന വേദന വളരെ വലുതാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും. കാരണം ആർത്രൈറ്റിസ് ആണെങ്കിലും ഇവരുടെ കുഴപ്പം കൊണ്ട് വരുന്ന അസുഖങ്ങളൊന്നുമല്ല. ഇവരെന്തെങ്കിലും സിഗരറ്റ് വലിച്ചുകൊണ്ടോ വെള്ളം അടിച്ചുകൊണ്ടോ വരുന്ന അങ്ങനെ സ്വയം വരുത്തി വയ്ക്കുന്ന അസുഖമല്ല ഇത്. ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ അത് തന്നെ വരുന്ന അവരുടെ ഒരു ജനറ്റിക് മേക്കപ്പ് കൊണ്ടും ബാക്കിയുള്ള സാഹചര്യം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അവരെ കുത്തുവാക്ക് പറഞ്ഞാൽ ഈ അസുഖം വഷളാകും. അവരെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, ഇവർക്ക് വേദനയുള്ള ദിവസങ്ങളിൽ കുറച്ച് സപ്പോർട്ട് ചെയ്യുക, അവർക്ക് സൈക്കോളജിക്കലി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പേഷ്യൻ്റ് വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ അത് വീൽ ചെയറിൽ ഇരിക്കാൻ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ കുട്ടികൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അതേസമയം നിനക്ക് അവർ സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ലാതെ ചിലപ്പോൾ അവർ ഇത്രയും സ്ഥലത്ത് എത്തത്തില്ലായിരുന്നു, അവർ സൈക്കോളജിക്കലി തന്നെ ഡൗണായി പോകുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ഈ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ അവരുടെ മരുന്നുകൾ സമയത്ത് കൊടുക്കാനും നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ശനിയാഴ്ച കഴിക്കേണ്ട മരുന്നാണ്, ഇത് ശനിയാഴ്ചയാണ് കേട്ടോ, നീ മരുന്ന് കഴിക്കണം, അത്രയും അവർക്കും അറിയാമായിരിക്കും. പക്ഷേ നിങ്ങളിത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എന്താണ്, ഒരു കരുതൽ കിട്ടും. ആ കരുതൽ വളരെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചില ആളോട് ഞാൻ ചോദിക്കുന്നത്, അവർ ചിലർ വരും, ചിലർ ഫോളോ അപ്പിന് വരുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് പോലെയാണ് ഡോക്ടറെ, 3 മാസം 4 മാസം കൂടുമ്പോൾ ഒരിക്കൽ എറണാകുളം വന്ന് കറങ്ങി ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ചെയ്ത് പോകും. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ബസ്സിൽ കയറി വന്ന് സംസാരിച്ചിരുന്ന് ഇവിടെ വന്ന് ലെറ്റർ പിടിച്ച് ഇവിടെ വന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഒരു ദിവസം പോയി കഴിയുമ്പോൾ നമുക്കൊരു ട്രിപ്പ് പോകുന്ന പോലെ ആ രീതിയിൽ നിന്ന് എടുത്തേ.
എല്ലാവരും വരണമെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ എൻ്റെ പേഷ്യൻറ്റിക്ക് എപ്പോഴും പറയുന്നത് ഫോളോ അപ്പ് നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാൽ മതി. ഹസ്ബൻഡിനെ കൊണ്ടുവരുന്നത് ആവശ്യമുള്ളപ്പോൾ കൊണ്ടുവരിക, ഹസ്ബൻഡ് ചെയ്യുക, പോവുക. പക്ഷേ ചില ആളുകൾ മസ്റ്റായിട്ട് ഹസ്ബൻഡോ കുട്ടികൾ ആരെങ്കിലും വരുന്നവരുമുണ്ട്. തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ പോകുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് അതിനുള്ള സ്വയം പര്യാപ്തത വരുമ്പോൾ നിങ്ങൾക്കൊരു മെൻ്റൽ കോൺഫിഡൻസ് കിട്ടും അല്ലേ? നിങ്ങൾക്കൊരു മെൻ്റൽ കോൺഫിഡൻസ്, എനിക്കിപ്പോൾ തന്നെ വരാൻ പറ്റുന്നുണ്ട് ഡോക്ടറെ. കുറേ ആളുകളുണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആദ്യം കാറിലൊക്കെ ആയിരിക്കും വരുന്നത്. 1-2 പ്രാവശ്യം ഞാൻ കഴിയുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ബസ്സിന് വന്നാൽ മതി, ബസ്സിന് പോയി ശീലിക്കണം. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരുമ്പോൾ ഒന്ന് ഡേഞ്ചർ കുറവാണ്, ചിലവ് കുറവാണ്, ആവശ്യമില്ലാതെ എക്സ്പെൻഡിച്ചർ വേറെ ആളുടെ സഹായം ആവശ്യമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ കറക്റ്റായിട്ട് ബസ്സിന് വന്ന് പോയി കഴിയുമ്പോൾ 2 പ്രാവശ്യം വന്നു കഴിയുമ്പോൾ അവർ പറയും. കഴിഞ്ഞ ദിവസം ഒരു ലേഡി ഉണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതാണ്, അമ്മയ്ക്ക് 70-72 വയസ്സുണ്ട്. അവരെപ്പോഴും കാർ പിടിച്ച് വരും, കാർ വരുമ്പോൾ ക്ഷീണമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു നിങ്ങൾ ട്രെയിനിൽ വന്ന് നോക്കുക. അപ്പോൾ അമ്മ ട്രെയിനിൽ വന്നു, മെട്രോയിൽ വന്നിട്ട് പിന്നെ അവിടെ വൈറ്റിൽ വന്ന് ഇറങ്ങി ഓട്ടോ പിടിച്ച് അവിടെ വന്നു. അമ്മ പറയും ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഡോക്ടറെ, വന്ദേ ഭാരതിൽ വന്നു, എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അങ്ങനെ അത് യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആകും. ഞാനൊരാൾ ഡിപ്പെൻഡൻ്റ് അല്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഇത്. അപ്പം അത് നിങ്ങളോട് പറയാനുള്ള കാര്യമാണ്. പക്ഷേ ഫാമിലി മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇവരെ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൽ ഇവരോട് സംസാരിച്ച് ഇവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങൾ കൂടെ ഉണ്ടെന്ന് തോന്നിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വന്ന ഈ അസുഖത്തെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇവരെ കുറ്റപ്പെടുത്തില്ല. കാരണം ഇവർ അനുഭവിക്കുന്ന വേദന അതുപോലുള്ള വേദനയാണ്. അപ്പോൾ അവർ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മൾ അവരോട് എന്താ പറയുക, ശവത്തിൽ കുത്തുന്ന പോലെ. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയെ തന്നെ, നിങ്ങളുടെ കുടുംബത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇവരുടെ അസുഖത്തെ കൂട്ടുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ബന്ധത്തെയും വളരെയധികം വഷളാക്കും. അതുകൊണ്ട് നിങ്ങൾ ഫാമിലി മെമ്പർ ആണെങ്കിൽ നിങ്ങൾ അവർ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുക, മരുന്ന് കഴിക്കുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് ഓർമ്മിപ്പിക്കുക, അവർ എക്സസൈസ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുക. അതോടൊപ്പം ഈ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഫോളോ അപ്പിൻ്റെ സമയത്ത് എന്താണ് ഈ രോഗത്തെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക.